അതിരപ്പള്ളിയിൽ മസ്തകത്തിൽ പരിക്കേറ്റ ആനയെ മയക്കുവെടി വെച്ച് ചികിത്സ നൽകി. ആനയുടെ മസ്തകത്തിൽ മരുന്ന് വെച്ചു. മയക്കം വിട്ടുമാറാത്തതുകൊണ്ട് ആന അതേ സ്ഥലത്ത് തന്നെ തുടരുകയാണ്. രാവിലെ 8:30യോടെയാണ് ഡോക്ടർ അരുൺ സക്കറിയുടെ നേതൃത്വത്തിലെ സംഘം പുഴക്കരയിലെത്തിയ ആനയെ മയക്കുവെടി വെച്ചത്. ഡാനി പോൾ ചേരുന്നു. ഡാനി, മയക്കുവെടി വെക്കാതെ ഈ ഘട്ടത്തിലേക്ക് കടക്കാൻ കഴിയുകയില്ല എന്നൊരു തീരുമാനത്തിലേക്ക് എത്തിയിരുന്നോ സംഘം? ഇപ്പോൾ അവിടെ നിന്ന് നൽകാൻ കഴിയുന്ന വിവരങ്ങൾ എന്താണ്? അതിൽ ഏറ്റവും ആശ്വാസകരമായ കാര്യം ഈ ഒരു ഓപ്പറേഷൻ വളരെ കൃത്യമായിട്ട് നടപ്പാക്കാൻ അവർക്ക് കഴിഞ്ഞുവെന്നാണ്. ഡോക്ടർ അരുൺ സക്കറിയുടെ നേതൃത്വത്തിലുള്ള സംഘം വളരെ കൃത്യമായി വ്യക്തമായ ഒരു പ്ലാനിങ്ങോടുകൂടി തന്നെ ഇത് നടപ്പാക്കി എന്നുള്ളതാണ്. ഇന്നലെ കഴിഞ്ഞ 2 ദിവസങ്ങളിലായിട്ട് ഈ ആനയെ അതിൽ നിരീക്ഷിക്കാൻ വളരെ കൃത്യമായി നിരീക്ഷിക്കാനും അതോടൊപ്പം തന്നെ വെടിവെക്കാനുള്ള ഒരു സാഹചര്യങ്ങളിലേക്ക് മയക്ക് വെടിവെക്കാനുള്ള ഒരു സാഹചര്യങ്ങളിലേക്ക് നീങ്ങാനുള്ളൊരു സൗകര്യം ആ സമയത്ത് ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇന്ന് പുലർച്ചയോടുകൂടിയാണ് അത്തരം ഒരു കാര്യങ്ങളിലേക്ക് നീങ്ങാനായിട്ട് ഈ ദൗത്യ സംഘത്തിന് കഴിയുകയും ചെയ്തത്. ഇന്ന് പുലർച്ചയോടുകൂടി ചാലക്കുടി പുഴയുടെ ഭാഗത്ത് കണ്ട ആനയെ, പക്ഷെ അതിൻ്റെ ഒപ്പം തന്നെ മറ്റ് ആനകളുണ്ടായിരുന്നു, ഒരു ആനക്കൂട്ടം തന്നെയായിരുന്നു. അപ്പോൾ ആ സമയത്ത് അത് സാധ്യമായിരുന്നില്ല. മയക്കുവെടിവെക്കുകയും ചികിത്സ നൽകുകയും ചെയ്യുന്നത് സാധ്യമായിരുന്നില്ല. പിന്നീടാണ് അത് കൂട്ടത്തിൽ നിന്ന് മാറ്റുകയും നിരീക്ഷണത്തിലേക്ക് കൊണ്ടുവരികയും പിന്നീട് 2 റൗണ്ട് മയക്കുവെടി വെക്കുകയും ചെയ്യുന്ന ഒരു രീതിയിലേക്കെല്ലാം തന്നെ പോയത്. ഇപ്പോൾ പിന്നീട് അത് കൃത്യമായ അതിൻ്റെ ഒരു നിരീക്ഷണത്തിലേക്ക് കൊണ്ടുവരികയും ബൂസ്റ്റർ ഡോസ് അടക്കം നൽകുകയും ആനയെ അതിൽ ചികിത്സ നൽകുന്ന സാഹചര്യത്തിലേക്ക് എത്തിക്കാനും ഈ ദൗത്യസംഘത്തിന് കഴിഞ്ഞു എന്നുള്ളതാണ്. ഇപ്പോൾ ഏറ്റവും പുതിയൊരു അപ്ഡേഷൻ എന്ന് പറയുന്നത് ആനയ്ക്ക് കൃത്യമായി ചികിത്സ അത് ഉറപ്പാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്, ചികിത്സ നൽകിയിട്ടുണ്ട് എന്നതാണ്. ഒപ്പം അതിൻ്റെ ഒരു മസ്തകത്തിൽ കണ്ട ആ പഴുപ്പ് കാര്യങ്ങളെല്ലാം തന്നെ നീക്കം ചെയ്തതിന് ശേഷം മരുന്ന് വയ്ക്കുകയും ചെയ്തിട്ടുണ്ട്. ഡോക്ടർ മിഥുൻ്റെ നേതൃത്വത്തിൽ സംഘം അതിന് മരുന്ന് പുരട്ടുകയും കാര്യങ്ങളുമെല്ലാം തന്നെ ചെയ്യുകയും സാധ്യമായിട്ടുണ്ട്. ഇതിന് ശേഷം ഇപ്പോൾ ഒരു നിരീക്ഷണത്തിലേക്ക് അടക്കം കടക്കുകയും ചെയ്തിരിക്കുന്നു എന്നതാണ്. അതിൽ വ്യക്തമായിട്ട് പറയുന്നത് ഒരു സമയം, അതായത് ഇപ്പോൾ ഒരു ആനയ്ക്ക് മയക്ക് വെടി നൽകിയതിന് ശേഷം അതിനെ ഒരു ചികിത്സയിലേക്ക് നൽകുന്ന ഒരു സമയമുണ്ട്. ഇനിയിപ്പോൾ അതിൻ്റെ ഒരു മയക്കം മാറുക, ആ സമയം അത്രയും അതിന് കൃത്യമായൊരു നിരീക്ഷണം തുടരേണ്ടതുമുണ്ട്. ആ ഒരു സമയത്താണ് ഇപ്പോൾ ഉള്ളത്. മരുന്ന് നൽകി ആ സാഹചര്യങ്ങളെല്ലാം തന്നെ കഴിഞ്ഞിരിക്കുന്നു. ഇനിയൊരു നിരീക്ഷണ സമയമാണ് വേണ്ടത്. ആ സമയത്തേക്ക് ഇപ്പോൾ ആനയ്ക്ക് മറ്റ് കുഴപ്പങ്ങളൊന്നുമില്ല എന്നതടക്കമുള്ള കാര്യങ്ങൾ ഇപ്പോൾ നൽകിയിരിക്കുന്ന മരുന്നും സഹായവും എല്ലാം തന്നെ അതിന് മതിയാകും എന്ന് തന്നെയാണ് ഈ ദൗത്യസംഘം, ഡോക്ടർമാരടങ്ങുന്ന സംഘം കണക്ക് കൂട്ടുന്നത്. അത്തരം കാര്യങ്ങളും എല്ലാം തന്നെ പൂർത്തീകരിക്കുക, അതിനുശേഷം ആനയെ തുടർന്ന് കാട്ടിലേക്ക് തന്നെ തിരിച്ച് അയക്കുക, എങ്കിൽ മാത്രമേ ഈ ഒരു ദൗത്യം പൂർണ്ണമായി അത് വിജയകരമായി എന്ന് പറയാൻ കഴിയുക. ആന കാട്ടിലേക്ക് കയറുന്നു എന്നത് ഉറപ്പുകൂടി വരുത്തുകയും വേണം. കാരണം ഇപ്പോഴത്തെ ഒരു സാഹചര്യങ്ങൾ അത് തന്നെയാണ്. അപ്പോൾ അത്തരം കാര്യങ്ങളെല്ലാം തന്നെ ഈ സംഘം അത് ഉറപ്പ് നൽകിക്കൊണ്ട് കൃത്യമായ രീതിയിൽ തന്നെ ഒരു നിരീക്ഷണം അടക്കമുള്ള കാര്യങ്ങൾ തുടരുകയും ചെയ്യും. ഇപ്പോഴുള്ള നമ്മളിവിടെ നിൽക്കുന്നതിനും കുറേ അപ്പുറത്താണ് ആനയ്ക്ക് വേണ്ടിയുള്ള ചികിത്സയും കാര്യങ്ങളും. ആനയെ കൃത്യമായിട്ട് ഡ്രാഫ്റ്റ് ചെയ്യുന്നതിനും കാര്യങ്ങൾ ചെയ്യുന്നതിനും എല്ലാം തന്നെ കഴിഞ്ഞിട്ടുള്ള, അപ്പോൾ ചികിത്സയും കാര്യങ്ങളുമെല്ലാം അവിടെ തന്നെ തുടരുകയാണ്. DFOയുടെ നേതൃത്വത്തിലുള്ള സംഘം അവിടെ, വനപാലകരുടെ സംഘം അവിടെ ക്യാമ്പ് ചെയ്യുന്നുണ്ട്. ചികിത്സ വളരെ കൃത്യമായിട്ട് അത് മുന്നോട്ട് പോകുന്നു. ഇപ്പോൾ ഒരു നിരീക്ഷണ സമയമാണ്. ചികിത്സ പൂർണ്ണമായും നൽകി കഴിഞ്ഞിരിക്കുന്നു. അതിൻ്റെ മുറിവുകളുടെ ഒരു സ്വഭാവം വെച്ച് ഇത് പരിശോധിക്കുമ്പോൾ അത് മെറ്റൽ ഡിറ്റക്ടർ സംവിധാനം അടക്കം ഉപയോഗിച്ചുകൊണ്ട് പരിശോധന നടത്തിയെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. വെടികൊണ്ടോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിലൊരു അപായപ്പെടുത്തുന്ന രീതിയിലുള്ള ഒരു മനുഷ്യ നിർമ്മിതമായ കാര്യങ്ങളൊന്നും തന്നെയല്ല നടന്നിട്ടുള്ളത് എന്നതാണ് ഒരു പ്രാഥമികമായ ഒരു അനുമാനമായിട്ട് വരുന്നത്. ഇത് ഇവർക്ക് ഈ ആന കൂട്ടുകൂടുമ്പോഴും അതോടൊപ്പം തന്നെ സംഘം ചേരുമ്പോഴും എല്ലാം സംഭവിക്കുന്ന സംഘട്ടനങ്ങൾ ഉണ്ടാകാറുണ്ട് പരസ്പരം. അതിൽ സംഭവിച്ചതാണ്, അത്തരം മുറിവേറ്റതാണ്, കാടിനകത്ത് വെച്ചിന് മുറിവേറ്റതാണ് എന്നാണ് ചികിത്സയുടെ ആവശ്യം. ഇപ്പൊ 2-3 ദിവസത്തിലോളമായി ഇതൊരു ചികിത്സയുടെ ഘട്ടത്തിലേക്ക് കടക്കണമായിരുന്നു. ആ തീരുമാനത്തിൽ തന്നെയാണ് ദൗത്യസംഘം എത്തിച്ചേർന്നത് അല്ലേ? കാരണം മയക്കുവെടി വെക്കുകയും ആന ഈ ദൗത്യസംഘത്തിന് നേരെ പാഞ്ഞെടുക്കുകയും ഒക്കെ ചെയ്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു. ഈ ദൗത്യത്തിൽ നിന്ന് പിൻവാങ്ങേണ്ട കാര്യമില്ല എന്ന് തന്നെയായിരുന്നു ദൗത്യസംഘം തീരുമാനിച്ചിരുന്നത് അല്ലേ?
അങ്ങനെ തന്നെയാണ് അപർണ. കാരണം അതിൽ നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ട്. ഈ ഒരു വന്യമൃഗത്തിന്, ഒരു കാട്ടാനയ്ക്ക് ഈ രീതിയിലുള്ളൊരു പരിക്ക് പറ്റിയിരിക്കുന്നു. അത് ശ്രദ്ധയിലേക്ക് പതിഞ്ഞ സമയം മുതൽ തന്നെ അതിന് അങ്ങനെ ഒരു കാട്ടുമൃഗത്തിന് തന്നെ ചികിത്സ നൽകേണ്ടതുണ്ട്. അത് ഒരു ഉത്തരവാദിത്വവുമായി ഏറ്റെടുത്തുകൊണ്ട് അതിൽ നിന്ന് ഒരു ഘട്ടത്തിൽ പോലും പിന്മാറാതെ ആ ഒരു ശ്രമവുമായിട്ട് മുന്നോട്ട് പോവുക തന്നെയായിരുന്നു. അങ്ങനെ അത്തരമൊരു ചികിത്സ ഉറപ്പ് നൽകുക, 2 ദിവസവും നിരീക്ഷിച്ചിട്ടും അതിൽ ഒരു കൃത്യമായ രീതിയിലേക്ക് അതിനെ മയക്കുവെടി വയ്ക്കാനുള്ളൊരു സാഹചര്യത്തിലേക്കൊന്നും പോവില്ല. പക്ഷേ വീണ്ടും ആ നിരീക്ഷണം തുടരുകയും അതിൽ വനപാലകരെ ഒപ്പം ആ ദൗത്യ സംഘത്തെ തന്നെ മുഴുവനായി തന്നെ നമ്മൾ അഭിനന്ദിക്കേണ്ടതുണ്ട്. കാരണം ഇങ്ങനെയൊരു മൃഗത്തിന് ചികിത്സ ഉറപ്പ് നൽകുന്നതിന് വേണ്ടി ആ ഒരു സംഘം അത് നിരീക്ഷണമെല്ലാം തന്നെ കഴിഞ്ഞ മണിക്കൂറുകളായി, ദിവസങ്ങളായി അവർ തുടരുകയായിരുന്നു. അതായത് പൂർണ്ണ വിജയത്തിലെത്തിക്കാൻ കഴിഞ്ഞുവെന്ന് തന്നെയാണ്. ആ ഒരു ശ്രമം തുടരുകയും ചികിത്സ നൽകിയേ അതിന് ജീവന് തന്നെ ആപത്താവുന്ന രീതിയിലേക്ക് ആ മുറിവ് കാരണമാകും. അങ്ങനെ അവർക്കൊരു വിലയിരുത്തലുണ്ടായി. അതുകൊണ്ട് തന്നെയാണ് ചികിത്സ ഉറപ്പിക്കാൻ നിർബന്ധിതരാകുന്നതും ആ ദൗത്യം ഏറ്റെടുക്കുന്നത്. പിന്നീട് നമ്മൾ കാണുന്നത് നിരീക്ഷണങ്ങളും അതിന് തുടർച്ചയായി പിന്തുടരുമെല്ലാമായിരുന്നു. 3-ാം ദിവസത്തിലേക്ക് എത്തുമ്പോൾ തങ്ങളുടെ വരുതിയിലേക്ക് കാര്യങ്ങൾ വരുന്നു എന്നൊരു തോന്നലിലേക്ക് വനപാലക സംഘത്തിനെത്തുന്നു. കാട്ടാന ഈ ഭാഗത്തെ പുഴയുടെ തീരത്ത് വന്നിരിക്കുന്നു, മറ്റ് കാട്ടാനകൾക്കൊപ്പം തന്നെയാണ് എന്ന് അറിഞ്ഞിട്ട് പോലും അവിടേക്ക് വളരെ വേഗം തന്നെ ഈ ദൗത്യസംഘം എത്തുകയും തുടർന്ന് അവരുടെ ഒരു ഓപ്പറേഷൻ ആരംഭിക്കുകയും ചെയ്തു എന്നതാണ്. മറ്റ് ആനകളിൽ നിന്ന് ഇതിനെ വേർപ്പെടുത്തുക എന്നത് വളരെ ദുഷ്കരമായ ഒരു കാര്യമാണ്. ഈ ഒരു ഘട്ടത്തിൽ ഇത് തിരിച്ച് ആക്രമണ സ്വഭാവം പ്രകടിപ്പിക്കുന്ന ഒരു ഘട്ടത്തിലേക്ക് വരെ വന്നു എന്നതാണ് അതിലൊരു സത്യം. കാരണം ഈ മയക്കുവെടി പതിയുമ്പോൾ തന്നെയും അതിൽ പ്രകോപിതനാകുന്നു. അതിൽ ഈ ദൗത്യസംഘത്തിന് നേർക്കെതിരെ വരുന്ന ഒരു സമയം പോലും ഉണ്ടായിരുന്നു. പക്ഷെ അപ്പോഴെല്ലാം തന്നെ വളരെ ആ സംഘം അതിൽ കൃത്യമായി നിലയുറപ്പിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോവുകയായിരുന്നു. ആനയെ മറ്റു സംഘത്തിൽ നിന്ന് ഒറ്റപ്പെടുത്തി മാറ്റി പിന്നീട് വളരെ കൃത്യമായിട്ട് തന്നെ അതിനെ ഈ ദൗത്യസംഘത്തിൻ്റെ വരുതിയിലാക്കാനായിട്ട് സാധിക്കുകയും ചെയ്തു. പിന്നീട് ഇവിടെ നിരീക്ഷണത്തിലേക്ക് കൊണ്ടുവരികയും മതിയായ ചികിത്സ നൽകുകയും ഇപ്പോൾ അത് തുടരുകയും ചെയ്യുന്നു എന്നതാണ്. ഈ ഒരു നിരീക്ഷണ സമയം കഴിഞ്ഞ് അതിൻ്റെ ആരോഗ്യസ്ഥിതി ഉറപ്പുവരുത്തിയ ശേഷം അപ്പോഴേക്കും അതിൻ്റെ ഒരു മയക്കം വിടും. ഇനി ബൂസ്റ്റർ ഡോസ് ഒന്നും നൽകേണ്ട കാര്യമില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ അത്തരം കാര്യങ്ങൾ അതിൻ്റെ ഒരു മയക്കം വിട്ട് മാറിയ ഒരു സമയത്തിന് ശേഷം അത് തിരികെ കാട്ടിലേക്ക് കയറ്റണം. എങ്കിൽ കൂടി മാത്രമേ ഇത് പൂർണ്ണമാവുകയുള്ളൂ. തിരികെ കാട്ടിലേക്ക് കയറ്റുന്നതും ഒരു ശ്രമകരമായ കാര്യം തന്നെയാണ്. തിരിച്ച് കാട്ടിലേക്ക് കാട് കയറുന്നു എന്ന് ഉറപ്പ് വരുത്തുകയും വേണം. അപ്പോൾ അത് സാധ്യമാകും എന്ന് തന്നെയാണ് കരുതുന്നത്. ഇതിനുശേഷം അത് കാട്ടിലേക്ക് കയറും. മതിയായ ചികിത്സ ഉറപ്പ് നൽകിയിട്ടുണ്ട്. വൈകാതെ കാട്ടിലേക്ക് കയറ്റി വിടുകയും ചെയ്യും. അതോടൊപ്പം തന്നെ ഡാനി, ഇതിനൊപ്പം മറ്റ് കുറച്ച് ആനകൾ കൂടെ കാട്ടിൽ നിന്ന് ഇറങ്ങി വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇത് ഏത് തരത്തിലുള്ള കൂടിയാണ് ആ ഒരു സാഹചര്യം മറികടന്നത്? അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കൂടുതൽ അപ്ഡേറ്റുകൾ ഉണ്ടോ? ഇപ്പോൾ ഈ ചികിത്സ നൽകിയിരിക്കുന്ന ആന ഉൾപ്പെടെ 4 ആനകൾ, അത് ആനകളുടെ ഒരു സംഘമായിരുന്നു, ഒരു കൂട്ടമായിരുന്നു ഇവിടേക്ക് വനപാലകരുടെ ശ്രദ്ധയിൽ ആദ്യം പെടുന്നത്. തുടർന്ന് ഉടൻ തന്നെ ഈ ദൗത്യസംഘത്തെ അറിയിക്കും ഡോക്ടർമാർ, അന്വേഷകർ അടക്കമുള്ളവർ വളരെ പെട്ടെന്ന് ഇവിടേക്ക് വരികയും ചെയ്തു. അതിൽ നിന്ന് ഇവരെ മാറ്റിയെടുക്കുക, ഈ വേണ്ട ചികിത്സ ഉറപ്പിക്കേണ്ട ആനയെ മാത്രം അതിൽ നിന്ന് മാറ്റിയെടുക്കുക എന്നത് തന്നെയായിരുന്നു ഈ ദൗത്യത്തിലെ ഏറ്റവും ശ്രമകരമായൊരു സംഭവം. കാരണം അതിനെ മാറ്റിയെടുത്താൽ മാത്രമേ അതിന് ആ ചികിത്സ നൽകാൻ കഴിയുകയുള്ളൂ. അതുമാത്രവുമല്ല, ഈ ആനക്കൂട്ടത്തിലെ നിന്നെ മാത്രം തിരഞ്ഞ് മയക്കുവെടി വയ്ക്കുക എന്നത് ഏത് രീതിയിലുള്ളൊരു പ്രകോപനാവസ്ഥ സൃഷ്ടിക്കുമെന്നതൊന്നും തന്നെ ആർക്കും പ്രവചിക്കാൻ കഴിയാത്തൊരു സാഹചര്യമാണ്. തീർത്തും അത്രമേൽ ദുഷ്കരമായൊരു സാഹചര്യമായിരുന്നു. അതിൽ നിന്നാണ് അതിനെ ഇവർ മാറ്റിയെടുക്കുന്നത്, കൂട്ടത്തിൽ നിന്ന് തെറ്റിച്ചെടുക്കുന്നത്. പിന്നീട് സൗകര്യപ്രദമായൊരു സ്ഥലത്തേക്ക് എത്തിക്കുക എന്നതാണ് 2ാം ഘട്ടമെന്ന് പറയുന്നത്. അങ്ങനെ ഈ മുനിപ്പാറ എന്ന് പറയുന്ന സ്ഥലത്തേക്ക്, ക്ഷേത്രത്തിനടുത്ത സ്ഥലത്തേക്കെല്ലാം തന്നെ എത്തിക്കുവാനായിട്ട് സാധിച്ചു. ആദ്യത്തെ ഡോസ് അത് വയറിനാണ് അത് പതിക്കുന്നത്. പിന്നീട് 2ാം ഡോസ് കൂടി നൽകാനായിട്ട് തീരുമാനിക്കുകയായിരുന്നു. അതിലേക്ക് വരുമ്പോഴേക്കും ഈ ആദ്യത്തെ ഡോസിനിടയ്ക്കാണ് അതിനൊരു പ്രകോപിതനായിട്ട് ഇവർക്ക് നേരെ പാഞ്ഞെടുക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എല്ലാം തന്നെ വന്നത്. അത് അത്യന്തം പേടിപ്പെടുത്തുന്ന ഒരു സാഹസികമായ രംഗങ്ങൾ തന്നെയായിരുന്നു. അതിനുശേഷമാണ് ഇതിന് വരുതിയിലേക്ക് കൊണ്ടുവരാനായിട്ട് കഴിയുന്നത്. 2ാം ഡോസ് നൽകുന്നു. പിന്നീടാണ് ആനയെ നിയന്ത്രണ വിധേയമാക്കുന്നത്. ഈ ദൗത്യസംഘത്തിൻ്റെ പരിധിയിലേക്കെല്ലാം തന്നെ വരുന്നത്. ഈ സമയം മറ്റ് ആനകൾ കൂട്ടത്തിൽ നിന്ന് ആന വേർപ്പെടുന്നവർ മറ്റുള്ളവ കാട് കയറുന്ന ഒരവസ്ഥയായിരുന്നു. അത് അവയെല്ലാം തന്നെ തിരികെ കാട്ടിലേക്ക് തന്നെ മടങ്ങിപ്പോവുകയും എല്ലാം തന്നെ ചെയ്തിരിക്കുന്നു. ഇനി അവശേഷിക്കുന്നത് ദീർഘനേരത്തിലുള്ള ഈ നിരീക്ഷണം തുടരുക. അതിൽ ആനയ്ക്ക് മതിയായ ചികിത്സയും കാര്യങ്ങളും എല്ലാം ഇതിനകം നൽകിയിട്ടുണ്ട്. ഇനി കൂടുതൽ കാര്യങ്ങൾ വേണമോ എന്നത് അവർ തീരുമാനിക്കുന്നുണ്ട്. അതിനുശേഷമാണ് ഈ മുറിവുകളുടെ ഒരു ആദ്യഘട്ട ഒരു പരിശോധനയിലാണ് നേരത്തെ പറഞ്ഞതുപോലെ ഇത് ആനകൾ തമ്മിലുള്ളൊരു സംഘട്ടനത്തിൽ വന്ന മുറിവാണ് എന്നതാണ് പ്രാഥമികമായിരുന്നു. കാരണം മറ്റു പരിശോധനകളൊന്നും
തന്നെ ആ വെടിയുണ്ടയോ മറ്റു കാര്യങ്ങളോ അങ്ങനെ ഒരു ചിന്തയുണ്ടായിരുന്നു. കാരണം ഇതിനകത്ത് നേരത്തെ ആതിരപ്പള്ളി വനമേഖലകളിൽ അത്തരം ചില സംഭവങ്ങളെല്ലാം തന്നെ കുറേ നാളുകൾക്ക് മുമ്പ് റിപ്പോർട്ട് ചെയ്ത കാര്യങ്ങളായിരുന്നു. അപ്പോൾ അതിൻ്റെ അതൊരു ബാക്കിയാണോ എന്നതെല്ലാം തന്നെ ഒരു സംശയമെല്ലാം തന്നെ നിലനിന്നിരുന്നു. എന്നാലും അത്തരമൊന്നും തന്നെ ലോഹ സാന്നിധ്യമൊന്നും തന്നെയും കണ്ടെത്താനായിട്ട് ഈ ശരീരത്തിൽ നിന്ന് കണ്ടെത്താൻ ഇതുവരെ സാധിച്ചിട്ടില്ല എന്നതാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത്. ഏതായാലും ഈ വൈദ്യപരിശോധന അടക്കമുള്ള കാര്യങ്ങൾ പൂർത്തിയാക്കുന്ന അതിന് മരുന്നും സഹായം എല്ലാം തന്നെ നൽകിയിട്ടുണ്ട്. ഇനി നിരീക്ഷണമാണ്. ഈ സമയം അത്രയും വനപാലകരുടെയും ദൗത്യസംഘത്തിൻ്റെ എല്ലാം തന്നെ നിരീക്ഷണത്തിൽ തുടരുന്നു. ഇനി അതിൻ്റെ ഒരു മയക്കം വിട്ടുമാറുന്ന സമയത്തേക്ക് അത് തിരികെ കാട്ടിലേക്ക് കയറ്റാനുള്ള ശ്രമങ്ങൾ തുടങ്ങും. അതോടുകൂടി ഇവിടെയുള്ള ഈ ഓപ്പറേഷൻ ആതിരപ്പള്ളിയിൽ ഈ സംഭവങ്ങളെല്ലാം തന്നെ പൂർണ്ണമാകുന്നു. അല്പസമയത്തിനകം തന്നെ നമ്മൾ മനസ്സിലാക്കുന്നതനുസരിച്ച് DFO അടങ്ങുന്ന സംഘം ഈ വനത്തിൽ നിന്ന് തിരികെ എത്തുന്നു. കൂടുതൽ കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് വിശദീകരിക്കുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അപർണ. ഡാനി പോൾ കൂടിയാണ് വിവരം.